കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $4,003 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ $4,000 പരിധിയിൽ തുടരുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും വിശദമായ അവലോകനവും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ഈ വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന US പണപ്പെരുപ്പ ഡാറ്റയിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വ്യാഴാഴ്ച വരുന്ന കോർ CPI, വെള്ളിയാഴ്ച വരുന്ന കോർ PPI എന്നീ ഡാറ്റകൾ വിപണിക്ക് പ്രധാനമാണ്. എന്നാൽ US ഗവൺമെന്റ് ഷട്ട്ഡൌൺ കാരണം ഡാറ്റകൾ കൃത്യമായ ദിവസങ്ങളിൽ വരുന്നില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് 11,950, തൃശൂർ എറണാകുളം 11,940 എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ കേരളത്തിൽ സ്വർണ്ണവില പവന് 90,200 രൂപയായിരുന്നു. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 9/11/2025 പവന് 89,480, ഗ്രാമിന് 11,185. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 32% വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും 56% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ 9%, 17% സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. 59% 27% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ കൂടുതൽ ആളുകൾ ന്യൂട്രലായി തുടരുമ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്ന സൂചന നൽകുന്നു. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വിപണി മോശമല്ലാത്ത ഉയർച്ചയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനായി ഒന്നിലധികം കാരണങ്ങൾ നിലവിൽ തുടരുന്നത് കാണുന്നു. യുക്രൈനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ റഷ്യ ശക്തമായ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകൾക്ക് പുറമെ 100,000-ലേറെ സൈനികരെ യുദ്ധമുന്നണിയിലേക്ക് അയക്കാൻ റഷ്യൻ പ്രസിഡന്റ് ഉത്തരവിട്ടു എന്ന വാർത്തയും വരുന്നു. കൂടാതെ US ഗവൺമെന്റ് ഷട്ട്ഡൌൺ കൂടുതൽ കടുക്കുകയാണ്. അത് വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഗവൺമെന്റ് അടച്ചുപൂട്ടൽ 40 ദിവസത്തോളം എത്തി നിൽക്കുമ്പോൾ 10,000-കണക്കിന് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയപ്പോൾ ജീവനക്കാർ പിൻവലിയുന്നത് കാരണം വിമാന സർവീസുകൾ മുടങ്ങുകയാണ്. 40ഓളം എയർപോർട്ടുകളെ അത് ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 4% ഫ്ലൈറ്റുകളെയാണ് കഴിഞ്ഞ ദിവസം വരെ ഇത് ബാധിച്ചതെങ്കിൽ അടുത്തയാഴ്ച അത് 10%-ലേക്ക് എത്തുമെന്നാണ് സൂചനകൾ. കൂടാതെ ഷട്ട്ഡൌൺ നീണ്ടുപോയാൽ ഇത് 20%-ഓളം ഉയർന്നേക്കുമെന്ന് US ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി ഷോൺ ഡഫി പറഞ്ഞു. ഷട്ട്ഡൌൺ അവസാനിക്കാത്തിടത്തോളം കാലം അത് സ്വർണ്ണ വിപണിക്ക് അനുകൂലമായ ഒരു ഘടകമായി തുടരും. എന്നാൽ ഗവൺമെന്റ് ഷട്ട്ഡൌൺ അവസാനിച്ചാൽ വിപണി അല്പം ഇറങ്ങാനും അത് കാരണമായേക്കും. ഷട്ട്ഡൌൺ അവസാനിക്കണമെങ്കിൽ കോൺഗ്രസ് ഫണ്ടിംഗ് ബിൽ പാസ്സാക്കണം. അതിനാവശ്യമായ 60 സെനറ്റർമാരുടെ പിന്തുണ കിട്ടാതെ അത് കഴിഞ്ഞ ആഴ്ച തള്ളിപ്പോയതിനു ശേഷം തുടർന്ന് എങ്ങനെ, എന്ത് എന്നതിന് ഉത്തരം കിട്ടാതെ തുടരുകയാണ്. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.